അനീഷ് മൊട്ട അടിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന എന്റർടൈൻമെന്റിന്റെ 10 ഇരട്ടി എന്റർടൈൻമെന്റ് ആണ് ശരിക്കും അനീഷ് അവിടെ മിണ്ടാതിരുന്നപ്പോൾ കിട്ടിയത്. ബിഗ് ബോസിന് 8ന്റെ പണി കൊടുത്തതാണ് അനീഷ്. പക്ഷേ ബിഗ് ബോസ് അത് എന്റർടൈൻ ചെയ്തു. കാരണം ഇവിടെ കണ്ടന്റും എന്റർടൈൻമെന്റും ആണ് വേണ്ടത്, അല്ലാതെ ഇവിടെ കോടതിയോ നിയമങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നോക്കാനല്ല ആൾക്കാർ പോകുന്നത്. ശരിക്കും ബി അവിടെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് അവരെ 3 പേരെയും നല്ല രീതിയിൽ തമ്മിലടിപ്പിക്കുക എന്നുള്ള ഒരു ഗെയിം ആയിരുന്നു. പക്ഷെ അനീഷ് ആദ്യമേ തന്നെ ഇപ്പോൾ മുതലെന്ന് വായിച്ചു. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പത്തെ ഗെയിമിൽ ആതിര നൂറെ ബിഗ് ബോസ് കുടുംബത്തെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് കാണിച്ചില്ലല്ലോ. അപ്പൊ ബിഗ് ബോസ് അവർക്ക് അണ്ണാക്കി കൊടുത്തില്ലേ? അപ്പൊ ഇത് അനീഷിന്റെ മൈൻഡിലുണ്ട്. അത് വെച്ചിട്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് അനീഷ് അവിടെ ഗെയിം കളിച്ചത്. ശരിക്കും ബിക്ക് ഇത് മനസ്സിലായി, ബിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി. പക്ഷെ പുറത്ത് എന്റർടൈൻമെന്റ് ഉണ്ട്, അതുകൊണ്ട് ബി അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് പുള്ളിക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളോ ഒന്നും കൊടുക്കാഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബി അനീഷിന് 9ന്റെ പണി കൊടുക്കും. അനീഷ് 8ന്റെ പണി കൊടുത്തല്ലോ, അനീഷ് തിരിച്ച് ബിക്ക് 10ന്റെ പണി മടക്കി കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ മുതൽ അനീഷിനെ ഒരു സ്ട്രാറ്റജി ഗെയിമർ പ്ലസ് പ്രൊവോക്കിംഗ് ഗെയിമർ എന്ന രീതിയിലാണ് ഞാൻ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് മൈൻഡ് ഗെയിമർ ഇൻ മലയാളം ബി ഹിസ്റ്ററി. ഇനി പറയാനുള്ളത് എനിക്ക് നമ്മുടെ അപ്പാനി അക്ബറെയാണ്. ശരിക്കും പഴയ സീസണിലെ ജുനൈദ് സാഗറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് അപ്പാനിയുടെ വിചാരം അപ്പാനിയാണ് അവിടെ രാജാവെന്നും അക്ബർ സെക്കൻഡ് രാജാവെന്നും. എന്നാൽ അക്ബറിന്റെ വിചാരമോ അക്ബറാണ് അവിടെ ശരിക്കും രാജാവ്, അപ്പാനി 2ാമത്തെ രാജാവ്. ഇങ്ങനെയാണ് ഈ മണ്ടന്മാരുടെ ഒരു കളി പോയേക്കുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാൾ ആര്യനാണ്. ശരിക്കും നല്ല ദേഷ്യം എനിക്ക് അയാളുണ്ട്. കാരണം അയാളുടെ ഗെയിമോ അയാൾ മുട്ടയടിക്കാത്തതൊന്നുമല്ല, അല്ലെങ്കിൽ ജിസേലിന് സപ്പോർട്ട് കൊടുത്തതോ പാവാടയോ അല്ലെങ്കിൽ എന്താ വാഴയോ, അതൊക്കെ ഓരോരുത്തരുടെ ഗെയിം. പക്ഷേ ഇവൻ ഒരു പ്രിവിലേജ് എടുത്തിട്ട് ആ അഭിലാഷിനോടൊക്കെ നീ എന്നൊന്നും എൻ്റെ ഒരു ഒപ്പോണ്ടന്റ് അല്ല എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഉന്നത കുലജാലൻ ഒരു സെറ്റപ്പ് കളി. ആ പാവപ്പെട്ട രേണുസുതിയൊക്കെ ഒരു പുച്ഛമായിട്ടാണ് ഈ ആര്യൻ കാണുന്നത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാണ്ട് ആര്യന്റെ ഗെയിമിനെ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ജിസേൽ വേസ്റ്റ് ആണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു.